നമസ്കാരം. എല്ലാ സൗഹൃദങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്റ്റിച്ച് ഓർക്കണുണ്ടോ? നമ്മൾ നേരത്തെ ചെയ്തൊരു സ്റ്റിച്ചാണ് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ചിലുണ്ട് കേട്ടോ. അതിന് ത്രെഡഡ് ബാക്ക് സ്റ്റിച്ച് എന്നാണ് പറയാം. ഇപ്പം ഞാനിത് എൻ്റെ മോളുടെ തയ്ച്ചൊരു ഡ്രസ്സിലാണ് ചെയ്യാൻ പോകുന്നത്. ബോട്ട് നെക്കാണേ. അതിൻ്റെ വലിയ ഫ്രെയിം ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. വലിയ ഫ്രെയിം ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ തവണയിൽ ഫ്രെയിം ഇടണ്ടോ, ഇടയ്ക്കല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റമൊക്കെ വേണ്ടേ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണേ. നമുക്കറിയാം, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ സ്റ്റിച്ച് എടുക്കുന്നത് ബാക്കിലേക്കായിരിക്കും. മുമ്പിലേക്ക് സൂചി കൊത്തിയെടുക്കുക. മുമ്പിലേക്ക് കണ്ട സൂചി ഇതുപോലെ കൊത്തിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മുമ്പിലേക്ക് ഇതുപോലെ സൂചി കുത്തിയെടുത്തിട്ട് പിന്നിലേക്ക് പിന്നിലേക്ക് സൂചി എടുത്തിട്ട് സൂചി കുത്തിയിറക്കുക. സൂചി ഇതുപോലെ കുത്തിയിറക്കുക. ഇത് ഈ കഴുത്ത് കുറച്ച് ഈ ക്യാൻവാസൊക്കെ വെച്ച തയ്ച്ച കാരണേ കുറച്ച് ഹാർഡാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു താമസം ഉണ്ടാവും. മറ്റത് പിന്നെ അങ്ങനെ വെറുതെ ഒരൊറ്റ ലൈൻ തുണിയിലേ ഉണ്ടാവുള്ളൂ, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ക്യാൻവാസൊക്കെ അടിച്ചുകൊണ്ട് ചെറിയൊരു ഇതുണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സൂചി മുമ്പിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് കുത്തിയെടുത്തിട്ട് ബാക്കിലേക്ക് സൂചി കുത്തി ഇറക്കുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ലൈൻ കേട്ടോ, തൊട്ട് 2 ലൈൻ അടുപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ബാക്കിലേക്ക് ഇങ്ങനെ സൂചി എടുത്തു, എന്നിട്ട് ഫ്രണ്ടിലേക്ക് കുത്തിയെടുത്തു. വീണ്ടും നമ്മൾ ബാക്കിലേക്ക് സൂചി കുത്തി ഇറക്കും. ഓക്കെ, റണ്ണിങ് സ്റ്റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത്രയേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സ്റ്റിച്ചുകൾ അടുപ്പിച്ച് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഈ സ്റ്റിച്ചുകൾക്കൊക്കെ വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വരയ്ക്കാനൊന്നും പോയിട്ടില്ല. നെക്കിൻ്റെ അറ്റത്ത് കൂടെയാണ് ആദ്യം അങ്ങോട്ട് ചെയ്തു. ഓൾറെഡി ചെയ്ത നെക്കാണതുകൊണ്ട് എളുപ്പമാണ്. അറ്റത്ത് കൂടെ ഇങ്ങോട്ട് ചെയ്തു. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് തയ്ച്ച ഡ്രസ്സിൽ ചെയ്യാന്ന്. അത് തന്നെ എനിക്ക് തോന്നുന്ന അത്രയും കൂടി ഈസി തയ്ച്ച ഡ്രസ്സിൽ ചെയ്യാനാണ്. കാരണം ആ നെക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടുമല്ലോ, പിന്നെ നമ്മളതങ്ങോട്ട് ചെയ്യല്ലേ വേണ്ടൂ. അപ്പോൾ ആദ്യം അറ്റത്ത് കൂടെ ചെയ്തു, പിന്നെ അതിൻ്റെ അരികു പറ്റി ഇപ്പുറത്ത് കൂടെ ചെയ്തു. ഇനി ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സൂത്രപ്പണിയും കൂടി ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമുക്ക് വരയ്ക്കാനേക്കാൾ ഇത്രയും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇനി ഞാൻ 2 ഭാഗത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി നടുവിൽ ഞാൻ കുറച്ച്, അതും ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ, ബീഡ് വർക്ക് ചെയ്യണേ. ട്യൂബ് മുത്തുണ്ട്, മറ്റ് പിന്നെ ഒരു റൗണ്ട് ചെറിയ ഗോൾഡൻ ബീഡുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ബീഡ്സ് വർക്കിൽ ഞാൻ കുറച്ച് ബീഡ്സ് വർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്കും. അപ്പോൾ ഇവിടെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 3 ട്യൂബ് ബീഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് നൂല് വലിച്ച് പിടിക്കുക കേട്ടോ മുമ്പിലേക്ക്. എന്നിട്ട് 3 കൂടിയിട്ട് ഉള്ള നൂല് താഴത്തേക്ക് കുത്തിയിറക്കി. എന്നിട്ട് സൂചി തൊട്ടോ ആ ബീഡിൻ്റെ തൊട്ട് അപ്പുറത്തേക്ക് വേണം കുത്തിയെടുക്കാൻ. എന്നിട്ട് ആ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ സൂചി പുറത്തേക്ക് എടുക്കുക. കണ്ടോ, എളുപ്പമല്ലേ? എളുപ്പമാണ്. വീണ്ടും ഒരു മുത്തിട്ടു, 3 ബീഡിട്ടിട്ട് സൂചി താഴത്തേക്ക് കുത്തിയിറക്കി. ഇത് വേഗം നമുക്ക് പണി തീരും, പെട്ടെന്ന് പണി തീരും. ഇനി സൂചി കുത്തിയിറക്കിയല്ലോ, ഇനി സൂചി മുകളിലേക്ക് എങ്ങനെയാണ് ഒരു ബീഡിൻ്റെ ഇപ്പുറത്തേക്ക് വേണം സൂചി എടുക്കാൻ കേട്ടോ. എന്നിട്ട് ആ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ വേണം സൂചി പുറത്തേക്ക് എടുക്കാൻ. കണ്ടോ? അപ്പോൾ ഇതും ഈ സ്റ്റിച്ചും പിന്നെ ബീഡിൻ്റെ ബാക്ക് സ്റ്റിച്ചായിട്ടാണ് പറയാം കേട്ടോ. ബീഡ് വർക്കിലുള്ള ബാക്ക് സ്റ്റിച്ചാണ്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെരി ഈസിയാണ്, പെട്ടെന്ന് വർക്ക് തീരും. ഇനി അടുത്തതാണ് ഞാൻ ത്രെഡഡ് ബാക്ക് സ്റ്റിച്ച് എന്താണെന്ന് പറഞ്ഞില്ലേ, അതാണ് അപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറവും ഇപ്പുറമായിട്ട് നൂലെടുക്കുക. നമ്മൾ ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്തത് തന്നെയാണ്. അത് റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്തു, ഇത് ബാക്ക് സ്റ്റിച്ചിൽ ചെയ്യുന്നു, അത്ര വ്യത്യാസമേ ഉള്ളൂ. സിമ്പിളായിട്ട്
നമുക്ക് എപ്പോഴും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പുറം കാരണം ഇത് സൂചി വീണ്ടും തുണി കൂടെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തയ്ച്ച നൂലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിത് എടുക്കുന്നത്, അപ്പുറവും ഇപ്പുറമായിട്ട് കേട്ടോ. അങ്ങനെ വൃത്തിയായിട്ട് ഒന്ന് അപ്പുറം അപ്പുറം വൃത്തിയായിട്ട് എടുത്താൽ ഈസി. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണില്ല. ഇതിങ്ങനെ ഒരു ഡിസൈൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ നിങ്ങളുടെ ഡ്രസ്സിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വേണമെങ്കിൽ ഇത്തിരി പഴയ ഡ്രസ്സിൽ ആദ്യം ഒന്ന് ചെയ്താൽ മതി. ഇട്ട് പഴകിയ ഏതെങ്കിലും ഡ്രസ്സിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് പുതിയ ഡ്രസ്സിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, പേടി മാറില്ലേ. ഇതിപ്പോൾ ചെയ്തതായതുകൊണ്ട് എനിക്ക് തോന്നിയത് ചെയ്തതാണ് ഇത്രയും കൂടി എളുപ്പം തോന്നുന്നു അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. എല്ലാവരും ചെയ്ത് നോക്കണേ.